എന്തായി കിട്ടിയോ? 20 രൂപയിൽ 5 പൈസ കുറച്ച് തരൂല അയാൾ. പിന്നെ അയാളുടെ ഒടുക്കത്തെ കുറെ നിയമങ്ങൾ. കാളി പിടിക്കായിരുന്നില്ലേ? ആ നെക്സലിന്റെ ഹിസ്റ്ററിയൊക്കെ നിനക്ക് അറിയാമല്ലോ. ഞാൻ പേടിച്ച് മിണ്ടിയില്ലെന്നേ ഉള്ളൂ. മാത്രമല്ല കുറെ പൊറട്ട കളവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ചോദിക്കണ പൈസക്കാണ് അവന്മാർ എടുത്തോണ്ട് പോകണം. എടാ മുത്തേ, നീയും കൂടെ ഒരു 5 രൂപ ഇട്ടാ 15 രൂപയാണ്. ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം. പിന്നെ എനിക്ക് വട്ടല്ലേ, ഇവിടെ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് വെറുതെ ഉണ്ടാക്കളേ. മോനെ ആ ഒരു പാക്കറ്റ് അച്ചപ്പം. അരുണേ എത്രയും മോനെ? 20 രൂപ. ഇതാ നിങ്ങളുടെ പത്തിങ്ങതാ. 20-ന് പകരം നമുക്ക് 200 ഉണ്ടാക്കാം. ബിസിനസ്. എത്ര കാശ് ലോൺ എടുത്തിട്ടാ നിന്റെ അച്ഛൻ ദുബായിക്ക് പോയെന്ന് നിനക്കറിയോ? അങ്ങേര് അയച്ചു തരുന്ന പൈസ കൊണ്ട് അതുപോലും മര്യാദയ്ക്ക് അടച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല. ഒരു മാസത്തേക്കുള്ള ചെലവ് വട്ടം എത്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുക. അപ്പോഴാ അവൻ്റെ ഒരു വായനശാല. മിണ്ടാതിരുന്നോണം അവിടെ. നീ ആദ്യം നിന്റെ ബുക്കിലുള്ളത് പഠിച്ചു തീർക്കാൻ നോക്ക. 10ാം ക്ലാസ്സിലാന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ലക്ഷ്മി മാഷ് പറഞ്ഞല്ലോ വിശ്വസാഹിത്യത്തിലെ നോവലൊക്കെ വായിക്കണം. എന്നാ പിന്നെ പുള്ളിക്കാരനോട് വാങ്ങിച്ചു തരാൻ പറ. അല്ല പിന്നെ എന്താ അമ്മയും മോനും കൂടി ഒരു വഴക്ക്? വഴക്കൊന്നുമില്ല ചേച്ചി. ഇവനിപ്പോ വായനശാല മെമ്പർ ആവാൻ 30 രൂപ കൊടുക്കണമെന്ന് അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. വെറുതെ ചേച്ചി പൈസ കളയാൻ വേണ്ടിട്ട്. പഠിക്കണ പുസ്തകം മര്യാദയ്ക്ക് തുറന്നു നോക്കുന്നില്ല. അപ്പോഴാ ഒരു നോവല്. എന്താണ് അപ്പോ പെട്ടെന്നൊരു വായനാശീലമൊക്കെ? അത് പിന്നെ ചേച്ചി, വായനാതിന്റെ മുമ്പേ 5 ബുക്കെങ്കിലും വായിക്കണം മാഷ് പറഞ്ഞു. അതാ. ഓ പിന്നെ മര്യാദയ്ക്ക് ഇവിടെ വരുത്തുന്ന പത്രം വായിക്കുന്നില്ല അവൻ. അപ്പോഴാ 5 ബുക്ക്. നിനക്ക് ലൈബ്രറിന്ന് പുസ്തകം എടുത്താ പോരെ? ആ മതി. എന്നാ വല്ലതും കഴിച്ച് വീട്ടിലേക്ക് വാ. സ്മിതയെ കൊണ്ട് പുസ്തകം എടുപ്പിച്ചുതരാം. അവക്കാടോ മെമ്പർഷിപ്പ് ഉണ്ട്. നിനക്ക് വേണ്ട പുസ്തകത്തിന്റെ പേരെഴുതി അവക്ക് കൊടുത്താൽ മതി. അവളെടുത്ത് തരും. അയ്യോ അതൊന്നും വേണ്ട ചേച്ചി. അവള് BA ക്കല്ലേ പഠിക്കുന്നത്. അവൾക്ക് ഒത്തിരി പഠിക്കാനൊക്കെ കാണത്തില്ലേ? പിന്നെ ടാർസം കഥകളല്ലേ BA മലയാളത്തിന്. നീ വന്നാട്ടാ. അയ്യോ ഞാൻ വന്ന കാര്യം മറന്നു പോയിരമ്മേ. എന്താ ചേച്ചി? കുറച്ച് കൊടമ്പുളി ഉണ്ടാവും എടുക്കാൻ. തരാ. വേണ്ട വേണ്ട, വീട്ടിൽ പ്രശ്നം കുഴപ്പമില്ലെന്നേ. വായിക്കാൻ കൊടുത്തത് ഒറ്റയ്ക്ക് വായിക്കുമ്പോഴേ കുഴപ്പമൊക്കെ. ചേട്ടാ ചേട്ടാ ഉണ്ടോ? ഇല്ലടാ, ഇപ്പൊ കാപ്പ് കുടിച്ചല്ലേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയട്ടെ. അതല്ല ചേട്ടാ, ഈ മറ്റേ പീസ് ബുക്കേ നിനക്ക് ഈ കിടക്കുന്ന മുത്തും ചിപ്പിയും പവിഴവും മന്ദാരവും പോരെ? അല്ല വെറൈറ്റി എന്തെങ്കിലും. നിന്റെ ഭാഗ്യം വന്നിട്ടുണ്ട്. എടാ അതൊന്നും ഇങ്ങനെ എടുത്ത് വെളി വെക്കാൻ നോക്കില്ല, അറിയാവോ? നോക്കട്ടെ. പാറ്റ് ഹൗസ്. പാനില്ലാത്തതിന്റെ ഗുണക്കാരാരാണോ? എന്നാ ഉണ്ടോ? കുളിര് കേട്ടോ. ദൈവത്തെ വിളിച്ച് തുറക്കടാ. നീ നമ്മുടെ തൈലം മൊയ്തുവിന്റെ മോനല്ലേ? എന്റെ ബാപ്പയെ ഞാൻ അറിയൂ, അത്രേ ഉള്ളു. ഞാൻ പറയത്തൊന്നുമില്ലടാ, നീ കസ്റ്റമർ. സംശയമാണ്. എടാ 76-ൽ കക്കയം സ്റ്റേഷനിൽ കൊണ്ടുപോയി പട്ടിയെ തല്ലുന്ന പോലെ സെല്ലിട്ട് തല്ലി തൂറിച്ചിട്ട് പോലും കൂടെയുള്ളവർ പേര് പറയാത്തവനാ ഈ നച്ചല്ലപ്പൻ. അറിയാം നിനക്ക്? ഇല്ല. അതാരാ? ഞാനാടാ. പിന്നെ ആണെന്ന് സത്യം. വിശ്വസിക്കാൻ തോന്നുന്നു. അപ്പൊ ശരി, പിന്നെ ഇത് ചക്കാത്തല്ല, കാശും കൊണ്ട് തരണം. 20 രൂപ 2 ദിവസത്തേക്കിന് വാടക. പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം ഇരട്ടിച്ചോണ്ടിരിക്കും. പിന്നെ ബുക്ക് കളഞ്ഞു പോയി 600 രൂപ. മുങ്ങാനാണ് നിന്റെ പ്ലാനെങ്കിൽ നിന്റെ വീട് എനിക്കറിയാം. വന്ന് വീടി വെച്ച് കൊല്ലിഞ്ഞ കാശ് ചേട്ടാ. ഇതെന്നാ കുടുക്ക പൊട്ടിച്ചാണോ? അല്ല ഏട്ടാ, പിരിവയസേ. അപ്പൊ കമ്മറ്റിക്കാർ കൂടുതലല്ലേ? ഓഹോ, അങ്ങനെയൊന്നുമില്ല. ആയിക്കോട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ. ആണോ കമലിന്റെ ഒരു ഇത്? കുരുമുളക് എടുക്കോ? അല്ല അത് പിടിക്കാൻ പോരാ. പിടിച്ചോണ്ട് വരട്ടെ.
ചെല്ലാനുള്ള ക്ഷമയില്ല. വിട്ടോ വിട്ടോ